പ്രിയ സുഹൃത്തുക്കളെ, പുതിയ വാർത്ത നിങ്ങൾ അറിഞ്ഞു കാണും. വീർ സാവർക്കറെ പറ്റി ചോദ്യപേപ്പർ തയ്യാറാക്കിയതിന് ജോലി നഷ്ടപ്പെട്ട കേരളത്തിലെ ഹതഭാഗ്യനായ അധ്യാപകന്റെ കഥ നിങ്ങൾക്കറിയാമല്ലോ. ഈ അടുത്തിടയ്ക്ക് നടന്ന സംഭവമാണ്. ആ കേസിൽ ഹൈക്കോടതി കേരള സർക്കാരിന്റെ സുഡാപ്പി പ്രീണന നയത്തിനെ എടുത്ത് തോട്ടിലെറിഞ്ഞു. കേരള സർക്കാർ ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത നടപടിയെയും ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ അടുത്ത ഇടയ്ക്കായിട്ട് ഈ കേരളത്തിലെ സുഡാപ്പികളെ സൂചിപ്പിക്കാൻ വേണ്ടി വി.ഡി. സതീശന്റെ സർക്കാർ നടത്തുന്ന പല നീക്കങ്ങളും പാളിപ്പോയിട്ടുണ്ട്. ഇങ്ങനെ കാരണം ഇതിലൊന്നും ഒരു മെറിറ്റ് ഇല്ലാത്ത കേസുകളാണ്. വി.ഡി. സാവർക്കർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ നാൾ ജയിലിൽ കിടന്ന ആളുടെ പേര് വി.ഡി. സാവർക്കർ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും അത് സത്യമായിട്ടൊരു ഫാക്റ്റായിട്ട് തന്നെ നിൽക്കില്ലേ? അത് നാട്ടുകാരോട് പറയുന്നതിന് ഈ പറയുന്ന അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിച്ച അധ്യാപകന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സത്യത്തെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കില്ല. സാവർക്കറെ നിങ്ങൾക്ക് രാഷ്ട്രീയമായി എതിർക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഇല്ലാതെ തമസ്കരിക്കുക എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ സംഘപരിവാർ ചരിത്രത്തെ വക്രീകരിക്കുന്നു എന്നൊക്കെ ഈ സുഗ്രീവന്മാർ എപ്പോഴും വിളിച്ചു പോകുന്നത്? എന്താ? ഇവരല്ലേ ഇപ്പൊ ചരിത്രത്തെ വക്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം നോക്കൂ, ഈ അടുത്തിടയ്ക്ക് ഇപ്പൊ സാവർക്കറുടെ കേസിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അറിയാമല്ലോ, മതേതര മുസ്ലിം ലീഗുകാരനാണ്. പക്ഷെ മൂപ്പരെയും സുഡാപ്പികൾ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ സുഡാപ്പികളുടെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വലയിൽ അല്ലെങ്കിൽ ഭീഷണിയിൽ വീണിട്ട് വി.ഡി. സതീശൻ സർക്കാർ പല നടപടികളും എടുത്ത് നിങ്ങൾക്കറിയാം. ഇതിപ്പോ ആർക്കാണ് നാണക്കേടായത്? നാണക്കേടായത് വി.ഡി. സതീശൻ സർക്കാരിന് തന്നെയാണ്. കോൺഗ്രസിന്റെ മന്ത്രിസഭയ്ക്ക് തന്നെയല്ലേ നാണക്കേടായത്. ഈ അധ്യാപകനെ സംബന്ധിച്ച് അങ്ങേർക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പൊ അതാ പിടിച്ചു വെച്ചിരിക്കുന്ന ശമ്പളവും കൂടെ തിരിച്ചു കൊടുത്തിട്ട് അങ്ങേരെ സസ്പെൻഷൻ പിൻവലിച്ചപ്പോ അങ്ങേരെ ജോലിക്ക് കയറ്റേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശ്രീ ടി.ജി. മോഹൻദാസിനെ കഴിഞ്ഞ ദിവസം വേട്ടയാടി മൂപ്പരെ ആയുഷ്കാലം UAPA ചുമത്തി അകത്തിടാം എന്നുള്ള ഒരു പ്ലാനിലാണ് പിടിച്ചോണ്ട് പോയത് അല്ലേ? അവിടെ ടി.ജി. മോഹൻദാസ് എന്താണ് പറഞ്ഞത്, അല്ലെങ്കിൽ ടി.ജി. മോഹൻദാസിന്റെ കേസ് നിലനിൽക്കും, ഇതൊന്നും നോക്കാതെ കുറെ സുഡാപ്പികളെ, പ്രത്യേകിച്ച് നമ്മുടെ മൗദൂദി നമ്പർ 1 ചാനലിനെ സുഖിപ്പിക്കാൻ വേണ്ടി, പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്തവരാണ്. അവരാണല്ലോ ദിവസവും ഈ ഇരുട്ടുമുറിക്കകത്ത് ഈ അടുപ്പ് കൂട്ടി ചർച്ച നടത്തിക്കൊണ്ടിരുന്നത്. എന്തുകൊണ്ട് ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നതാന്ന് പറഞ്ഞ് അങ്ങനെ ഇങ്ങനെയുള്ള തലയ്ക്ക് വെളിവില്ലാത്ത, തലയ്ക്കകത്ത് മതഭ്രാന്ത് മാത്രം കുത്തി നിറച്ച കുറെ തീവ്രവാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി സതീശൻ സർക്കാർ ചെയ്ത പണിയായിരുന്നു അത്. അവസാനം നഷ്ടമാർക്കാണ് നേട്ടമാർക്കാണ്? നഷ്ടം വീണ്ടും സതീശൻ സർക്കാരിന് നാണക്കേടായില്ലേ? ടി.ജി. മോഹൻദാസിന്റെ ഒരു പൂട പറിക്കാനായിട്ട് അവർക്ക് സാധിച്ചോ? ടി.ജി. മോഹൻദാസിന് എന്താണ് നഷ്ടം ഉണ്ടായത്? അങ്ങയുടെ വീഡിയോസ് സാധാരണ 50,000 പേര് കാണുന്ന അങ്ങേര് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ 2 ലക്ഷം പേരായി. അതാണ് വി.ഡി. സതീശൻ ചെയ്തു കൊടുത്ത ഉപകാരം. ഈ ടി.ജി. മോഹൻദാസിനെ പോലെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നവരുടെ റീച്ച് കൂട്ടിക്കൊടുക്കുന്ന എന്തായാലും രാജ്യത്തിനെ സംബന്ധിച്ച് നല്ല കാര്യം തന്നെയാണ്. ആ കാര്യത്തിൽ വി.ഡി. സതീശൻ ചെയ്തതിനെ ഞാൻ ഏതായാലും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഏതായാലും ഇങ്ങനെയുള്ള ഈ തലയും വാലും ഇല്ലാത്ത സുഡാപ്പികൾ പറയുന്നത് കേട്ട് ഇനിയെങ്കിലും ഇങ്ങനെ കുളത്തിൽ ചാടാനായിട്ട് വി.ഡി. സതീശൻ പോകരുതെന്നൊന്നും പറയുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. കാരണം രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഈ ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾക്ക് സ്വബോധം വീഴാനും കണ്ണു തുറന്നു കാണാനും കോൺഗ്രസിന്റെ ദേശവിരുദ്ധ നയങ്ങൾ എന്തൊക്കെയാണ്, ഈ നാട്ടിലെ ഹിന്ദുക്കളെ ഏത് രീതിയിലും അവർക്ക് പണി കൊടുത്ത് സുഡാപ്പികളെ സൂചിപ്പിക്കുന്നതാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക നയം. ഇന്ന് പല കാര്യങ്ങളും നമ്മൾ കണ്ടു. വന്ദേമാതരം വിഷയത്തിൽ സോണിയാഗാന്ധിക്ക് കാലിളകുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇതെല്ലാം കേരളത്തിലെ ദേശീയ ബോധമുള്ള മനുഷ്യർക്ക്, അത് ഏത് ജാതി മതമായാലും വേണ്ടില്ല, കേരളത്തിലെ ദേശീയ ബോധമുള്ള ദേശസ്നേഹമുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കോൺഗ്രസ് സർക്കാരിന്റെ ഇത്തരം ഓരോ ഉടായ്പകളൊക്കെ നന്നായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് കശ്മീർ ഉണ്ടായിരുന്ന പോലെ ഇന്ത്യ വിരുദ്ധതയുടെയും തീവ്രവാദ മനോഭാവത്തിന്റെയും മതഭീകരതയുടെയും കേന്ദ്രമായിട്ട് കേരളം മാറിക്കഴിഞ്ഞു അല്ലെ? എത്രയെത്ര ഉദാഹരണങ്ങൾ നിങ്ങളിപ്പോ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ കാശ്മീരിൽ പോയിട്ട്, കാശ്മീരിലാണെന്ന് എനിക്ക് തോന്നുന്നു, പട്ടാളക്കാരെ ചീത്ത വിളിക്കുന്ന, ഞാൻ ജൻസി ആണ് എന്ന് പറഞ്ഞിട്ട് കുട്ടിത്താറാവ് പോലെ ഒരു പെണ്ണുപിള്ള, ഞാൻ ജൻസി ആണെന്ന് പറയുന്നത്. ആ പെണ്ണുപിള്ള ഈ പട്ടാളക്കാരെ എല്ലാവരും പട്ടാളക്കാരെ ചീത്ത വിളിക്കുന്നു, പിറ്റേ ദിവസം മാപ്പ് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നു. നരേന്ദ്രമോദി ചീത്ത വിളിക്കുന്നു, പിറ്റേ ദിവസം മാപ്പ് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നു. പക്ഷെ ഈ പട്ടാളക്കാരെ ചീത്ത വിളിച്ചതിന് ഏറ്റവും കൂടുതൽ പിന്തുണ നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിക്കോളൂ, എവിടെയാണ് ഉണ്ടായത്? കേരളത്തിൽ നിന്ന് മലയാളികൾ, കേരളത്തിൽ നിന്നല്ല മലയാളികളാണ്, കേരളത്തിനകത്തും പുറത്തും ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഈ സ്ത്രീയെ പിന്തുണച്ചത്. അതുപോലെ ദേശവിരുദ്ധമായ എന്ത് പരിപാടിയും നിങ്ങൾ നോക്കി, പാറ്റാ സമരത്തിന് നരേന്ദ്രമോദിയുടെ അച്ഛനെയും അമ്മയും വരെ ചീത്ത വിളിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുണ അവർക്ക് കിട്ടിയത് എവിടുന്ന? ഈ കേരളത്തിൽ നിന്നാണ്. ഹമാസിന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകർ, പലസ്തീനിലും ഗസയിലും ഉള്ളതിനേക്കാൾ കൂടുതൽ ആരാധകർ നമ്മുടെ കേരളത്തിലുണ്ട്.
അതില്ലാത്ത കാര്യമല്ല. കേരളത്തിലെ പിന്നെ കുറെ മലയാളികൾ ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ രാജ്യത്തിനെതിരെ ചിത്തവിളിക്കുന്നു. ആ പരിപാടികളെല്ലാം ഏറ്റവും കൂടുതൽ നടക്കുന്ന മലയാളികളുടെ ഇടയിൽ നിന്നാണ്. ലോകത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിൽ നിന്ന് ലോകത്തൊരിടത്തും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സമ്മേളനം നടക്കുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഉണർവ് പകരാനായിട്ട് ഹമാസിന്റെ തീവ്രവാദിയുടെ പ്രസംഗം കേൾപ്പിച്ച് അവരുടെ ഉള്ളിൽ തീവ്രവാദ ചിന്ത ഊട്ടി ഉറപ്പിക്കാനുള്ള പരിപാടി നടത്തിയത് കേരളത്തിൽ മാത്രമല്ലേ? അല്ലെ, കേരളത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഈ ഹമാസിന്റെ കൊടും തീവ്രവാദിയുടെ ഈ പ്രസംഗം കേൾപ്പിച്ചിട്ട് ഈ കുട്ടികൾക്ക് എന്ത് ഗുണമുണ്ടാവാന്? അപ്പൊ അവരുടെ ഉള്ളില് ലോകത്തിലെ ഏറ്റവും വലുത് മതമാണ് മതമാണ് മതമാണ്, ഇതാണല്ലോ ഹമാസുകാരൻ പറഞ്ഞു കൊടുക്കുന്നത്. അത് അവരുടെ ഉള്ളിൽ ഊട്ടിയുറപ്പിക്കണം. അങ്ങനെ ഈ രാജ്യത്തിനെ ഇതിനകത്തു നിന്ന് തകർക്കാനുള്ള പരിപാടി നടത്തിയ സംഘടനകളൊക്കെ ഇപ്പോഴും യഥേഷ്ടം വിഹരിക്കുകയാണ് കേരളത്തില്. അല്ലെ, ആ സംഘടനയ്ക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാകും? ഇത് കേരളത്തിൽ മാത്രം നടന്ന സംഭവമാണ്. ഇങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് നഷ്ടമുണ്ടായത് ഇന്ത്യക്കാണ്. ഇന്ത്യയുടെ പരാജയം ഒഴിവാക്കാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി അമേരിക്കയുടെ കാല് പിടിച്ചത്. പാകിസ്ഥാൻ ഇന്ത്യയുടെ 8 or 9 ഫൈറ്റർ ജെറ്റ്സ് വെടിവെച്ചിട്ടു എന്നുള്ള പച്ചക്കള്ളം വിളിച്ചു പറയാനായിട്ട് ഒരു മലയാളി യൂട്യൂബറിന് മാത്രമേ, അത്രമാത്രം രാജ്യവിരുദ്ധത ഉള്ളിൽ മറച്ചു വയ്ക്കാതെ പുറത്തു പറഞ്ഞ ഒരേ ഒരു യൂട്യൂബർ ഇന്ത്യയിലുള്ളത് അത് അയാൾ മലയാളിയായിരുന്നു. ഇതെല്ലാം നിങ്ങൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ജാക്കിർ നായിക് ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടി ഇന്ത്യക്കകത്ത് തന്നെ കോൺഗ്രസ്സുകാർ, സുശീൽ കുമാർ ഷിൻഡെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് UPA കാലത്ത് ഇന്ത്യക്കകത്ത് വന്നിട്ട് ഇന്ത്യയിലെ IPS ഓഫീസേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് കൊണ്ടുവന്ന കൊടും ഭീകരൻ. നോക്കൂ, കോൺഗ്രസ്സുകാർ എങ്ങനെയാണ് ഇസ്ലാമിക ജിഹാദികളെ, തീവ്രവാദികളെ ഈ രീതിയിൽ സുഖിപ്പിക്കുന്നതും അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നതും, അവരുടെ ഒത്താശ ചെയ്ത് അവർക്ക് ഒത്താശ ചെയ്ത് ഈ രാജ്യത്തിന് സംസ്കാരത്തെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന, ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന് ഉദാഹരണം ജാക്കിർ നായിക്കിനെ കൊണ്ടുവന്ന ഈ കോൺഗ്രസ്സുകാരാ. ഈ കോൺഗ്രസ്സുകാരുടെ കണ്ണിലുണ്ണിയായ ജാക്കിർ നായിക് എന്താ പറഞ്ഞത്? ഈ ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് ഏറ്റവും പറ്റിയ സ്ഥലം കേരളമാണ്. ഈ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ BJP ശക്തിയായിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത മുസ്ലിമുകൾ വേണമെങ്കിൽ കേരളത്തിലേക്ക് ഹിജ്റ ചെയ്തോളാൻ പറഞ്ഞ ആളാണ് ഈ ജാക്കിർ നായിക്. അതും കേരളമാണ്. നിങ്ങൾ നോക്കൂ, ലോകത്തിലെ എവിടെ ബോംബ് പൊട്ടിച്ച് നിരപരാധികളായ മനുഷ്യരെ കൊല്ലുന്നോ അതിനെല്ലാം പിന്നിൽ മലയാളികളുണ്ട്. ഇത് ഈ അടുത്തിടയ്ക്ക് NIA 250 പേര്, പാകിസ്ഥാൻകാരൻ ഒരു ഭട്ടി, ആ തീവ്രവാദിയുടെ ചിങ്കിടികളായിട്ടുള്ള ആളുകളെ പിടിച്ചപ്പോൾ അതിനകത്ത് ഇപ്പൊ തൽക്കാലം 2 മലയാളികളുണ്ടെന്നാണ് പറയുന്നത്. ഈ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും എല്ലാം മതം മാറ്റി ISISലേക്ക് കൊണ്ടുപോകുന്നു, അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നു, ആട് മേയ്ക്കാൻ കൊണ്ടുപോകുന്നു. ഈ കലാപരിപാടി നടന്നത് കേരളത്തിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേരളത്തിനോട് സ്നേഹമില്ല. എടാ, കേരളം എന്ന് പറയുന്നത് ഇന്ത്യ ഉണ്ടെങ്കിലല്ലേ കേരളമുള്ളൂ. ഇന്ത്യയോട് സ്നേഹമില്ലാത്തവൻ പിന്നെ കേരളത്തിനെ എങ്ങനെ സ്നേഹിക്കുന്ന പറയുന്നത്? ഒന്നുമല്ല, ഈ ഇസ്ലാമിക തീവ്രവാദികൾക്ക് വളം വെച്ചു കൊടുക്കുന്നതും അവർക്ക് നന്നായിട്ട് തഴച്ചു വളരാനായിട്ട് ഏറ്റവും നല്ല മണ്ണ് ഉള്ള സ്ഥലം കേരളമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവൻ കേരളത്തിനെ മാത്രമേ സ്നേഹിക്കുന്നത്. അല്ലെ, അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയോട് സ്നേഹമില്ലാത്തവൻ കേരളത്തിനെ നോക്കൂ. വന്ദേമാതരം പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കാശ്മീരിൽ വരെ സ്കൂളിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും, പെൺകുട്ടികളെന്ന് ഞാൻ പ്രത്യേകം പറയും, എല്ലാം തട്ടമിട്ട് ഇസ്ലാമിക രീതിയിൽ ജീവിക്കുന്ന 5 നേരം നിസ്കരിക്കുന്ന കുട്ടികളാണ്. ആൺകുട്ടികൾ പിന്നെ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്നൊക്കെ ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. പെൺകുട്ടികളെ ഞാൻ പറയാൻ കാരണം എല്ലാം തട്ടമിട്ട് അങ്ങനെയുള്ള ഇസ്ലാമിക രീതിയിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് വരെ അവിടെ വന്ദേമാതരം പാടാൻ ഒരു മടിയില്ല. എത്രയോ നമ്മൾ വീഡിയോസ് കണ്ടു. അല്ലെ, വന്ദേമാതരം ആദ്യത്തെ 2 വരി, അത് കഴിഞ്ഞിട്ട് മുറിച്ചു കളയുന്ന പരിപാടിയല്ല. അവിടെ മുഴുവൻ പാടാനായിട്ട് അവർക്കൊരു പ്രശ്നമില്ല. അങ്ങനെ പാടിയത് ഈ കുട്ടികളുടെ ദീൻ അങ്ങ് നഷ്ടപ്പെടും. ഞാൻ പറയുന്നത് പോലെ കടലിൽ ചാടിപ്പോയി ആത്മഹത്യ ചെയ്യും ദീൻ എന്ന് അവിടുത്തെ അച്ഛനമ്മമാർക്ക് ഒരു ആകുലതയില്ല, അവർക്കതിന്റെ ഭയവുമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ അതിനെതിരെ തടസ്സം വന്നത് എവിടുന്ന? വന്ദേമാതരത്തിന്റെ അറ്റം മുറിച്ചു കളയണം എന്ന് ഏറ്റവും കൂടുതൽ നിലവിളി ഉണ്ടായത് എവിടെ നിന്നാണ്? കേരളത്തിൽ നിന്നാണ്. അതാണ് പറഞ്ഞത്, കേരളം തീവ്രവാദികളുടെ ഹബ്ബായി മാറിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു തീവ്രവാദ സംസ്ഥാനത്തെ ഭരിക്കുന്ന നമ്മുടെ VD സതീശൻ പിന്നെ വേറെ എന്ത് ചെയ്യും എന്നുള്ള ഒരു കാര്യം അങ്ങേരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ ഈ സുഡാപ്പികളെ സുഖിപ്പിച്ചാൽ ഇവിടെ ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു സ്ഥിതി VD സതീശനുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങേർക്കും കുറച്ചു കാലം മുഖ്യമന്ത്രി ആയിരിക്കണ്ടേ? പോരെങ്കിൽ സുഡാപ്പികളെ സുഖിപ്പിച്ച് ഒരു 2 വർഷം കഴിയുമ്പോൾ മുഖ്യമന്ത്രി കസേര പിടിച്ചെടുക്കുക എന്നുള്ള ചിന്തയുമായിട്ട് നമ്മുടെ KC വേണുഗോപാൽ ഡൽഹിയിലിരുന്ന രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ചെവി കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ഇവരെ സുഖിപ്പിച്ചില്ലെങ്കിൽ ഈ 2 വർഷം കഴിഞ്ഞ് മുഖ്യമന്ത്രി കസേര നഷ്ടപ്പെടാനുള്ള ഇന്ന് തന്നെ നഷ്ടപ്പെടും എന്ന് VD സതീശൻ അറിയാം. അതുകൊണ്ട് അങ്ങേർക്ക് നിവൃത്തിയില്ലാതെ ചെയ്യുന്നതായിരിക്കും. പക്ഷെ എന്തായാലും കോൺഗ്രസിന്റെ നാശമാണ്
എന്തായാലും ഉറപ്പാണ്. ഈ 5 വർഷം കോൺഗ്രസ് ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സാധനം കേരളത്തിൽ ഉണ്ടാവില്ല. കോൺഗ്രസ് മുക്ത കേരളമായിരിക്കും ഉണ്ടാവുന്നത്. ആ രീതിയിലുള്ള ഹിന്ദു വിരുദ്ധതയും ഭാരത വിരുദ്ധതയും ഭാരത സംസ്കാരത്തിന് തന്നെ, ഈ സംസ്കാരത്തിന് അടിവേരാക്കാനുള്ള പരിപാടികൾ നടത്തുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ണു തുറന്ന് കാണേണ്ട കാര്യം. അത് ഈ 5 വർഷം കൊണ്ട് ഏതാണ് കോൺഗ്രസ്സുകാർ തന്നെ, BJP കഷ്ടപ്പെട്ട് കോൺഗ്രസിനെ ഇല്ലാതാക്കേണ്ടി വരില്ല. കോൺഗ്രസ്സുകാർ തന്നെ സ്വന്തം നിലനിൽപ്പിന്റെ അടിവേര് അറുത്ത് അവസാനം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തന്നെ മണ്ണോട് മണ്ണായി മാറുന്നത് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു. ജയ് ഹിന്ദ്.